പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ചില രസങ്ങളുണ്ടാവും. ബൈബിളിൽ ഒരിക്കൽ പറയുന്നതിനോട് ദൈവം ചില സമയത്ത് നേരെ അതിൻ്റെ എതിര് പറയും. അപ്പോൾ കൺഫ്യൂഷൻ ആകണ്ട, തൻ്റെ ടൈമിൽ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ജീവിതത്തിൻ്റെയും രണ്ട് ഘട്ടം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അപ്പൊ നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരെ വിളിക്കാനാണ്? പാപികളെ വിളിക്കാനാണ്. അപ്പം ഇത് ആണ് ഈശോയുടെ നിലപാട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ നിലപാട് മാറും. പാപികളെ വിളിക്കത്തില്ല. പാപം ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ പാപം ചെയ്തല്ലേ, പാപത്തിന് പരിഹാരം ഈശോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ അവസാനം പറയുവാണേ, ഇനി പാപം ചെയ്യാനുള്ള ആൾക്കാർ ചെയ്തോ, വ്യഭിചരിക്കേണ്ടവർക്ക് വ്യഭിചരിക്കാം, കക്കേണ്ടവർക്ക് കക്കാം, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും. വെളിപാട് 22 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ. ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു ദൂതപുത്രനും തിരിച്ചു വരണ്ട. അവിടെ തന്നെ കിടന്നാൽ മതി. ഒരു പ്രശ്നമൊന്നുമില്ല. പന്നിക്കൂടി തന്നെ കിടന്നാൽ. കുറച്ച് നാൾക്ക് വെളിപാടിൻ്റെ പുസ്തകം എഴുതുന്ന കാലത്ത് തന്നെ, എഴുതുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവ് എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. കണ്ടാ, അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. അതായത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ബൈബിളാണ്. ഒരു ടൈം കഴിയുമ്പോൾ ആ ഓഫർ കഴിഞ്ഞ് പാപയ്ക്ക് കയറി വരാനും പാപക്ഷമ സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഓഫർ ടൈമുണ്ട്. ഓഫർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും സ്വീകരിക്കത്തില്ല. അതാണ് പറയുന്നത്, നീതി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ വെളിപാട് അടിപൊളി പുസ്തകമാണ്. വെളിപാട് പറയുന്നത് ഭീരുക്കൾ അവിശ്വാസികൾ. വെളിപാട് 21:8 എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഞാനവർക്ക് ദുഃഖ വെള്ളിയാഴ്ച അവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭ. പക്ഷെ ബൈബിള് ഈ അവിശ്വാസികളെ കാണിക്കുന്നത് എന്താണ്? വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ദുരഭിമാനം കൊണ്ടും സ്വന്തം തന്നത്തെ അയാൾ തന്നെ ദൈവമായിട്ട് അയാൾ അംഗീകരിക്കുന്ന കാരണവും ഈ ഹ്യൂമനിസ്റ്റിൻ്റെയൊക്കെ പ്രശ്നം അതാണല്ല. വലിയ മാനവികതയൊക്കെ പറയുന്നതിൻ്റെ പേരിൽ എന്താണ്? താൻ തന്നെ ദൈവം എന്നുള്ളതാണ് വിഷയം, മനുഷ്യൻ തന്നെ ദൈവം. അപ്പോൾ ആ ഒരു ഐഡിയയിലേക്കാണ് ഈ ഹ്യൂമനിസ്റ്റൊക്കെ പോണത്. ഉൾക്കൊണ്ട ഒരു കാര്യം ബൈബിൾ തന്നെ ഒന്നും ഉൾക്കൊള്ളില്ല. കാര്യം അതന്നെ അങ്ങനെ കണ്ടിരിക്കുന്നത്, അവൻ
അവൻ ധൈര്യമില്ലാത്തവനാ. എന്താണ്? ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ടാകണം. അവനപ്പോൾ ധൈര്യമില്ലാത്തവന് മനുഷ്യൻ്റെ മുമ്പിൽ ദുരഭിമാനം കൊണ്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്തവൻ ആരാണ്? ഭീരുക്കളാണ്. ആ ഭീരുക്കൾ തന്നെയാണ് അവിശ്വാസികൾ. അവിശ്വാസികളുടെ റാങ്ക് എന്ന് പറയുന്നത് ആരുടെ റാങ്കാണ്? വ്യഭിചാരികളെ, കൊലപാതകളെന്ന് പറഞ്ഞ റാങ്ക് കിടക്കണത്. അപ്പം അവിശ്വാസികൾ നെളിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് അല്ല, അത് നിങ്ങളുടെ ശാപമാണത്. കാര്യം വിശ്വസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ച ക്രമീകരണത്തെ വെറുതെ നോക്കിയാൽ മതിയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കുകയും, ഈ വലിയ തടാകം പോലുള്ള മേഘങ്ങളല്ലേ ഈ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത്, അത് അങ്ങനെ തന്നെ പൊത്തുമെന്നും പറഞ്ഞ് ഇപ്പോൾ വീഴുന്ന കൊണ്ടല്ലേ നിലച്ചെറിയ സമയത്ത് മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകണം. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രവചനാതീതമായിട്ടുള്ള ഭവിഷ്യത്തുകളെന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓർക്കുകയും, ഈ തടാകം വലിയ തലക്ക് മുകളിൽ നിൽക്കുന്നത് എത്രയോ ടണ്ണായിരിക്കും, എത്രയോ കിലോമീറ്റർ ആയിരിക്കും. ആ മേഘങ്ങളെയൊക്കെ ആ വെള്ളക്കെട്ട്, അത് വെള്ളക്കെട്ടാണല്ലോ, ആ വെള്ളക്കെട്ടിനൊക്കെ അത് തലക്ക് മുകളിൽ കാറ്റിൽ പറക്കാവുന്ന ഒരു പരുവത്തിലാക്കി മേഘമാക്കി മാറ്റുന്ന പിന്നിലുള്ളൊരു ബുദ്ധിയില്ലേ, അത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതാണ് പൗരസഭ പറയണത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാവുന്ന, എന്നാൽ ആ രീതിയിലാണ് ലോകത്തിൻ്റെ ഈ ക്രമീകരണം വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ദുരഭിമാനം കൊണ്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമവാദത്തെ ആൾക്കാർ, പരിണാമവാദം നടക്കണമെന്നില്ലെന്നല്ല, സൃഷ്ടികൾക്ക് ശേഷങ്ങളിൽ പരിണാമം ഉണ്ടാവും. സൃഷ്ടമായിട്ടുള്ള അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ലോ. സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പരിണാമങ്ങൾ സൃഷ്ടിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പരിണാമങ്ങളും ഉണ്ടാകും. പക്ഷെ പരിണാമം മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ അയുക്തി എന്തുണ്ട്? അപ്പോഴേ ഇതൊക്കെ മനുഷ്യർ സൂക്ഷിക്കുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ അത് യുക്തിസഹമല്ല. ശരിക്കും അതാണ് ബൈബിളിൻ്റെ ഒരു കണക്ക്. അവർ വിശ്വാസം ഏറ്റു പറയാൻ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അവിശ്വാസികളെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം വിശ്വാസം ഏറ്റു പറയുന്നത് ധൈര്യമാണ്. തന്നെയല്ല, ഈ നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച ആൾക്കാരെ പലരെയും കാണുക. പക്ഷേ ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതുമാത്രം രക്തസാക്ഷികളാണ് ഉള്ളത്. അവർക്കൊക്കെ അനുഭവങ്ങളില്ലാത്തതാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ആന്തരികമാണത്. ആ അനുഭവമുള്ള ആ ബോധ്യത്തിൽ തന്നെ അവർ ജീവിക്കും. അതിനെതിരെ അതിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനായും കൊടുക്കണത് അതിന് പകരം. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് ഭൂമി നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ അവസാനം അവസാനം വരെ ദൈവം ഇങ്ങനെ അനുതാപത്തിലേക്ക് പാപികളെ വിളിക്കുന്നുണ്ടെങ്കിലും അനുതാപത്തിൻ്റെ അവസരം നഷ്ടപ്പെടുന്നു. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. അവന് അവസരം ലഭിച്ചില്ലെന്ന്. അപ്പം അനുതാപം ഒരു അവസരമാണ്. അത് കാരണം ആ അവസരം ദൈവം തന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നീ എൻ്റെ അനുതാപം സ്വീകാര്യമല്ലാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഇനി അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്യട്ടെ. അപ്പം ഈ അവസരം ഒരു നോൻപുകാലം ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും ഇതുപോലെ ദൈവം ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അവസരം. ആ അവസരത്തിൽ തന്നെ അവനെ അനുദപിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അനുതാപം സ്വീകാര്യമായിരിക്കത്തില്ല. സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ അനുതാപം പോലും ദൈവം സ്വീകരിക്കുന്നത്. ബൈബിളിലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നില്ലേ, അത് ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത്
ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ നോൻപ് കാലത്തിന്റെ അരൂപി മനസ്സിലായിക്കൊണ്ട് അനുതാപത്തിലേക്ക് വന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അമ്മയുടെ സാക്ഷിയാകാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയോടുകൂടി. എൻ്റെ പേര് ജിജി. ഞാൻ കായംകുളത്തിനടുത്തുള്ള ദേവികുളങ്ങര എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ 2024 ഫെബ്രുവരി 10 ഇവിടെ ആദ്യമേ ഉടമ്പടി എടുക്കാനായി എത്തുന്നത്. ഒരുപാട് മാനസികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയിൽ നിന്നുമാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു നേഴ്സാണ്. ദേവികുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാതാവിനോട് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ജോലിക്കൊരു സ്ഥിരത തരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും ശാന്തിയും നിലനിർത്തി തരണം. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ 12 വർഷമായിട്ട് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്കെന്നാൽ വേറൊരു ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ്, നേഴ്സസ് പേജ് എന്നൊരു ഓൺലൈൻ വഴിയാണ് ഞാൻ പല വേക്കൻസികളും നോക്കി. അതിൽ നിന്നും ഉചിതമായ കുറേ ആപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചു. പലരിൽ നിന്ന് റിപ്ലൈ വന്നെങ്കിലും എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മറുപടി എങ്ങും നിന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 26 എനിക്ക് ഒരു ഏജൻസി വിളിക്കുന്നു. അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 29 കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാം. അങ്ങനെ എനിക്ക് എളുപ്പം കോട്ടയം ആയത് കാരണം ഞാൻ കോട്ടയം ചോയ്സ് ചെയ്തു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കാരണം ഇങ്ങനൊരു ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോളൂ, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് വിടാൻ പലയിടത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും പറയുന്ന കാരണം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ഞാൻ നാട്ടിൽ തന്നെ തുടരാം എന്നുള്ളൊരു രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു വിഷമം കാരണം വീട്ടുകാരിൽ നിന്ന് സമ്മതം വന്നു, പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അതിന് വേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളൊരു അനുമതി കിട്ടി. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ചേച്ചി ഞാനും കൂടിയാണ് ഒരു ഞായറാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നു. ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. പക്ഷേ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഓരോരുത്തരുടെയും ഒരു അപ്പിയറൻസും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നിറഞ്ഞ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അവിടെ. എങ്ങനെ എനിക്ക് എനർജി വന്നു, എത്ര ഞാൻ ആക്റ്റീവായി എന്നെനിക്കറിയില്ല. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷ് പറയാൻ അറിയാവുള്ളവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിഷ്പ്രയാസം ഒരു 1/4 മണിക്കൂറോളം തുടർന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കെന്നെ മറുപടി പറയാനും ആ വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഓഫർ ലെറ്ററും അവരുടെ ഒരുപാട് അപ്രീസിയേഷനും കൂടി എനിക്ക് ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കതിന് ഒരിക്കലും എൻ്റെ കഴിവല്ല. കാരണം അവിടെ സംസാരിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനല്ല. കാരണം എനിക്ക് അത്രയും കഴിവില്ല. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് ആണ് എനിക്ക് വേണ്ടി സംസാരിച്ചതും ആ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതും എൻ്റെ മാതാവാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കഴിവൂടെ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്. ഓഫർ ലെറ്റർ കിട്ടി എന്നും കാര്യം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും പിന്നെ പ്രോമെട്രി എന്ന് പറയുന്ന ഒരു ഒരു എക്സാമും ഉണ്ട്. പ്രോമെട്രിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട്
ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി, ഞാൻ എങ്ങനെ ഈ കടമ്പ കടക്കും? അതുകൊണ്ട് പ്രോമെട്രിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വെച്ചും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഏജൻസി പറയുന്ന സമയമായിട്ടും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു എക്സാമിന് തന്നെ 28,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പോൾ ആ എക്സാം എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി എഴുതാം. പക്ഷേ എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? അതുകൊണ്ടൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ഒരു ആദ്യത്തെ അറ്റൻഡിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുമോ അങ്ങനെയുള്ള സംശയമൊക്കെ കാരണം ഞാൻ എക്സാം എഴുതാതെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഏജൻസിക്കാർ എന്നെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ എനിക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് 10 ദിവസം അവിടെ പോയി നിന്നു. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനകളോട്, കാരണം കഴിവിനപ്പുറം എൻ്റെ കഴിവുകളൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയ കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കഴിവുകളൊന്നുമില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ പറ്റും. 100% ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് യാതൊരു മെറിറ്റുമില്ല, എല്ലാം മാതാവിൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകളിലും അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതങ്ങളായിരുന്നു. കാരണം പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ഒപ്പം തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സമാധാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 19 തീയതി ആയിരുന്നു പരീക്ഷ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 11 മണിയാണ് സമയം കിട്ടിയത്. രാവിലെ കായംകുളത്തു നിന്നും 6:15 ഒരു ട്രെയിൻ കയറി അവിടെ രാവിലെ പ്രാർത്ഥന, ഞാൻ രാവിലെ 5:30 പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ആ അടയാളം കണ്ടുകൊണ്ട് വേണേൽ എനിക്ക് പോകാൻ. ആ അടയാളം കണ്ടിട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ട്രെയിൻ പോകുന്ന സമയം വീട്ടുകാർ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരി അണയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അടയാളം കിട്ടുന്നില്ല. ഞാൻ പക്ഷേ തിരി അണച്ച് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുമെന്ന്. എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ചൊല്ലിക്കൊണ്ട് നടന്നു. അവിടെ എക്സാം ഹാളിലെത്തിയപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില സമയത്തൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിനോട് പറയും, മാതാവേ, എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ല, നീ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് എന്തോ മാജിക്ക് പോലെ ഒരു ഉത്തരം എനിക്ക് തെളിഞ്ഞു വരും. ഞാനത് ക്ലിക്ക് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞ് ഞാൻ റിവൈസ് ചെയ്ത് നോക്കിയപ്പം ഞാൻ തെറ്റാണെന്ന് കരുതിയ പല ഉത്തരങ്ങളും അത് ശരിയായിട്ട് തന്നെ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്ന സമയം എന്ന് മുതൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ പോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു 96 എന്നൊരു നമ്പർ പലതവണ, 1 അല്ല 2 അല്ല പല തവണ എനിക്ക് ആ നമ്പർ തെളിഞ്ഞ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എനിക്ക് മാർക്ക് പാസ്സാകാൻ വേണ്ടി 60% മാർക്കാണ് വേണ്ടത്. പക്ഷേ 96 കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ 96% കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടോ? അത്രയും യോഗ്യത എനിക്കില്ല. 96 പോയിട്ട് 60% പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് എനിക്ക് എന്താണ് ഈ 96 കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് കാണിക്കും. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പാസ്സായെന്നുള്ള റിസൾട്ട് വന്നു. പാസ്സായ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് 96 മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാതാവ് ആ മാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം മാതാവ് നിശ്ചയിച്ചിരുന്നു എനിക്ക് 96 മാർക്ക് കിട്ടുമെന്നും ഈ പരീക്ഷയ്ക്ക് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് മാതാവ് എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെയുള്ള ഒരുപാട് പേപ്പറുകളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് പോലും എൻ്റെ ഓരോ വർക്കുകളും മുമ്പോട്ട് വന്നു. ജനുവരി 2 തീയതി എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മാർച്ച് 7 എനിക്ക് ടിക്കറ്റ് വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും മാതാവ് മുൻപേ ഇടപെട്ടു. എനിക്ക് മാർച്ച് 2 ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ വരും, സാക്ഷ്യം പറയും. എൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് വന്നിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ടിക്കറ്റ് വരാൻ താമസിക്കുകയാണ്. മെനങ്ങാനായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവർ ഡേറ്റ് പറഞ്ഞു 2 വരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റു. മെനങ്ങാൻ രാത്രി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും സാക്ഷ്യം പറയാൻ പോകാം. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് വന്നാലും വന്നില്ലേലും ഞാൻ 25 പോയി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മാർച്ച് 2 4 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടല്ല, ഖത്തർ മിനിസ്ട്രിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അത് അമ്മ
മാതാവിൻ്റെ ഇടപെടലാണ് ഇത്രയും കാലതാമസത്തിനിടയിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പലതവണ പല ജോലികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് ഫലവത്തായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് വളരെ സമയ ചുരുക്കത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. 100% ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ ജോലിയിൽ എന്നും ഞാൻ ഈ മാതാവിനോട് കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള കടപ്പാടിലും മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നും മാതാവിനെ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയോടും കൂടിയായിരിക്കും എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. അതുകൊണ്ട് ഇത്രയൊക്കെ ഇത് ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൊച്ചിൽ ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ എന്തോ ഞാൻ അശ്രദ്ധമായി എടുത്തിട്ട് എൻ്റെ ചെവിയിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി, ഒരു ഹോൾ ഉണ്ടായി. അതിൽ നിന്ന് നിരന്തരം എപ്പോഴും ചൊറിച്ചിലും വേദനയും പഴുപ്പും വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ വർഷവും 1ഉം 2ഉം പ്രാവശ്യം ENT കാണുകയും ആൻറ്റിബയോട്ടിക് എടുക്കുകയും ഇറിഗേഷൻ വരെ ചെയ്തു. വളരെ ബുദ്ധിമുട്ടും IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിയോഗം ഇവിടെ വന്ന് അപ്പം വെച്ച കൂട്ടത്തിൽ ആദ്യം വെച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തെ പറ്റി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന എൻ്റെ ചെവിയുടെ ബുദ്ധിമുട്ട് ഡോക്ടർമാരെ കാണിക്കും. ഡോക്ടർ പറയും പനി വരരുത്, ബുദ്ധിമുട്ട് വരരുത്, വന്നാലുടൻ തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും സക്സസ് ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ പറ്റി ഒന്നും ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ എൻ്റെ ചെവിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ എനിക്കൊരു ENT കാണേണ്ട വരികയോ എൻ്റെ ചെവിയിൽ നിന്നും ഒരു പഴുപ്പോ വെള്ളമോ വരികയോ എൻ്റെ ചെവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും എൻ്റെ എല്ലാം ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് പൊന്നുപോലെ കാത്തോളണമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ നടപ്പിലും എടുപ്പിലും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എന്ത് മനസ്സുകൊണ്ടെങ്കിലും ശകലം പോലും വിഷമിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടും. അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും എനിക്ക് ഒരുപാട് സംരക്ഷണം എൻ്റെ മാതാവ് തരുന്നുണ്ട്. എനിക്ക് അങ്ങോളം അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റാണ് കൂടുതലും. നമ്മൾ ഫീൽഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിനൊരു തോന്നലുണ്ടാകും, ഇവർക്ക് ഈ പത്രത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ജിജിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ തെളിഞ്ഞു കാണുന്നത് അതുതന്നെയാണ്. ജിജിക്ക് ഏറ്റവും ആവശ്യം ദൈവം തന്നെ എൻ്റെ കൂടെ സഞ്ചരിക്കണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കുണ്ടാകണം എന്നുള്ള ഒരു വാശിയേറിയ പ്രാർത്ഥനയാണ്. കാരണം തൻ്റെ അയോഗ്യതകളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിതിനൊന്നും യോഗ്യതയില്ല, ഒരു ഖത്തർ മിനിസ്ട്രിയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള യോഗ്യതകൾ എനിക്കൊന്നുമില്ല എന്ന് വീണ്ടും ജിജി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയച്ചുരുക്കത്തിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ മുൻപിൽ ഈശോ നമ്മെ ഏറ്റുപറയേണ്ടുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം പിതാവിൻ്റെ മുൻപിൽ മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നവന് പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെക്കുറിച്ച് ഏറ്റുപറയുമെന്നുള്ളൊരു വലിയ വാഗ്ദാനം ഉടമ്പടിയിലൂടെ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. മകൾക്ക് ജിജിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു സ്റ്റാറ്റസിനെ സ്റ്റാറ്റസിനെ ചെറുതാക്കിയ ജീവിതാവസ്ഥയിൽ നിന്നാണ്. തൻ്റെ യോഗ്യതകളൊന്നുമില്ല. ഞാൻ കണ്ട മറ്റു വ്യക്തികൾ എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആയവരാണ്. വളരെ അപ്പിയറൻസ്, അവരുടെ ലുക്ക് വളരെ വലുതാണ്.
അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതും. പക്ഷേ സ്വപ്ന ദർശനത്തിൽ തന്നെ മകൾക്ക് ആ പരീക്ഷയിലുള്ള മാർക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 96 എന്ന നമ്പർ ഈ മകൾക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് മകളുടെ പരീക്ഷ കഴിഞ്ഞപ്പോഴുണ്ടായ ആ കൃത്യമായ മാർക്ക്. 96% മാർക്കോടുകൂടിയാണ്. വൻ വിജയമാണ് 96. മകൾ തന്നെ പറയുന്നു, ഒരു ഫസ്റ്റ് ക്ലാസ്സിന് പോലും എനിക്ക് യോഗ്യതയില്ല, 60 മാർക്കിന് പോലും എനിക്ക് യോഗ്യതയില്ലാതിരുന്നപ്പോൾ എനിക്ക് 96 മാർക്ക് ലഭിച്ചാണ് എനിക്ക് പരീക്ഷ പാസ്സായത് എന്ന് മകളേറ്റ് പറയുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെയാണ് ദൈവപിതാവിൻ്റെ പ്രീതി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത ഏറ്റെടുക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പരിശുദ്ധ മാലാഖ വന്ന് സന്ദേശം അറിയിച്ചപ്പോൾ, നീ ദൈവപുത്രനെ അമ്മയാകുമെന്ന മംഗളവാർത്ത തന്നപ്പോൾ, ഞാൻ യൂദാവംശത്തിലെ ദാവീദ് രാജാവിൻ്റെ കുലത്തിൽ നിന്നാണ് എന്നൊന്നുമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന വളരെ ഹമ്പിളായ, വളരെ വിനീതമായ ഒരു പ്രസ്താവനയാണ് പരിശുദ്ധ അമ്മ അവിടെ ഇറക്കി. ഉടമ്പടി ജീവിതത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇതൊന്നും എൻ്റെ യോഗ്യതകളല്ല, ഞാൻ നഴ്സിംഗ് പഠിച്ചു, ഞാൻ BSc പഠിച്ചു, ഞാൻ MBBS പഠിച്ചു എന്നുള്ള യാതൊരു യോഗ്യതകളും നമ്മൾ ഏറ്റു പറയേണ്ട. കാരണം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകും ജീവിതം ഏറ്റവും എത്തിപ്പിടിക്കുന്നത് ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നിനും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജിജി പറയുന്നുണ്ട്, ഇനി ഞാൻ എവിടെ ചെന്നാലും നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് ഒരു മിഷണറി ആകാനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. നമ്മെ പ്രവാസിയായി നമ്മെ ദൈവം കൊണ്ടുപോകുന്നത് തന്നെ അവിടുത്തെ വചനം പങ്കുവയ്ക്കാനുള്ള, അവിടുത്തെ സാക്ഷ്യമേറ്റു പറയാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ്. ജിജി എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും അതുപോലെ തന്നെ ഈശോയെ ഏറ്റുപറയാനുള്ള വലിയ കൃപയുമായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി നമ്മുടെ നിയോഗങ്ങളെല്ലാം. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മൂന്നാമതും സാക്ഷ്യം പറയുവാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെജി, സെൻറ് തോമസ് ചർച്ച് പള്ളാതുരുത്തി ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ജനുവരി 2022 ആദ്യമായി ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ഒത്തിരി ഭൗതിക കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഈശോ വഴി സാധിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്കിപ്പോൾ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് സഹായിച്ചു. കാരണം ഞാൻ 23 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു. ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. സർവ്വവിധ ദുശീലങ്ങൾക്കും ദുർഗുണങ്ങളോടും കൂടിയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ഉപദേശിച്ച് തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിക്കുന്നതിനും ആഴ്ചകളിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് കുമ്പസാരിക്കാൻ സാധിക്കുന്നു, ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല ഈ പാവ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക എന്നുള്ളത്. മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല. എങ്കിലും എനിക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് 18 രൂപ മദ്യം കിട്ടും. ഒരു പ്രാവശ്യം ഞാൻ ക്യാൻറ്റീനിൽ പോയപ്പോഴത്തേക്ക് മദ്യം കഴിക്കുന്നില്ലെങ്കിലും അത് വാങ്ങി വിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു. അത് വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇത് പാപമാണെന്നുള്ളത്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ 1 മാസം അല്ലെന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ തിരിച്ച് റീജോയിനിങ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മദ്യം വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ഞാനത് മറക്കുകയും ചെയ്തു, ഇന്ന സാധനം വീട്ടിലിരിക്കുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ ഫലമായി ഞാൻ 18 കുപ്പി വാങ്ങിച്ച് 18 മാസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം കമ്പനി വിളിച്ചു പറയുന്നുണ്ട് ടിക്കറ്റ് അടുത്ത ആഴ്ച അയക്കും. അങ്ങനെ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഞാനിവിടെ വന്ന്
നമ്മുടെ ബ്രദർ വിജയകുമാർ സാറിനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ ഈ 18 മാസം കഴിഞ്ഞപ്പോൾ ഈ മദ്യം എൻ്റെ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോയി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് വരികയും എനിക്ക് ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ട് ജോലിക്ക് പോകുവാനും സാധിച്ചു. അപ്പോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാനിവിടെ വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് നേരത്തെ ഈ ജോലിയിൽ വെടികൊണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യക്കുറവ്. അപ്പോൾ ഞാൻ അൾത്താരയിൽ നിത്യാരാധനയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വചനം തുറന്ന് വായിക്കുന്നു. ഞാൻ വചനം തുറന്നപ്പോഴത്തേക്ക് എനിക്ക് 91 സങ്കീർത്തനമാണ് കിട്ടിയത്. 91 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ശക്തി കിട്ടി. പിന്നെ ഞാൻ സന്തോഷത്തോടെ പോയി 6 മാസത്തെ കോൺട്രാക്റ്റാണ് പോയെ. 8 മാസം കംപ്ലീറ്റ് ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരാൻ സാധിച്ചു. ഞാൻ 2 ദിവസമേ ആയുള്ളൂ വീട്ടിൽ വന്നിട്ട്. അമ്മയുടെ വന്ന് അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം തന്നെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുമുണ്ടായി. അപ്പോഴത്തേക്ക് എനിക്ക് 1 പത്രോസ് 5:6 വചനം എൻ്റെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുകയും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും അത് സഹായിച്ചു. അത് നിങ്ങൾക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ അത് ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയാലുവാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഫലവത്താകുകയും അനുഗ്രഹമാകുകയും ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് 4 ഭാഷകളിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ഫിലിപ്പിൻ, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് ഓരോരുത്തർക്കും മറ്റ് കൺട്രിയിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ ഈ കമ്പനി ഗ്രീസാണ്. ഗ്രീക്കിലെ പലരുടെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞു, നീ ഇങ്ങനെ റിലിജ്യൻ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിൻ്റെ ജോലി പോകുന്നു. പക്ഷേ ഞാനത് കേട്ടെങ്കിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ ഞാൻ എല്ലാവർക്കും ഇവിടുന്ന് കൊണ്ടുപോയ പത്രം എൻ്റെ അനുഭവം പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. അതുവഴി പലരും ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറയുകയും ചെയ്തു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതുകൂടാതെ ഞാൻ ഈ വൃദ്ധമന്ദിരത്തിൽ അരിയും വസ്ത്രങ്ങളും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഉപ്പ്, ഞങ്ങൾ പോയ ഒരു ഷിപ്പിൽ ഭയങ്കര മൂട്ടയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കവിടെ ഉറങ്ങാനോ ഒന്നും സാധിക്കത്തില്ല. മൂട്ട ശരീരത്തോട് കയറി ഓടുകയും കടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിശ്വാസപ്രാണം ചൊല്ലി, കൃപാസന പ്രസിദ്ധീകരണ പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ഉപ്പ് 4 വശവും കട്ടിലിൻ്റെ ഇട്ടു. അതിനുശേഷം പിന്നെ ഒരു മൂട്ടയുടെ ശല്യവും ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, പാപവസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തടസ്സം നേടും. അനുഗ്രഹത്തിന് പകരം അത് ശാപമായി മാറും. അതുകൊണ്ട് പാപവസ്തുക്കൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കരുതെന്നാണ് നിങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റ്. പിന്നെ അമ്മയോടും ഈശോയോടും എനിക്ക് ജീവിതാവസാനം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ എനിക്ക് നേരത്തെ ഞാൻ എൻ്റെ സുഖത്തിനും എൻ്റെ ഇഷ്ടത്തിനും വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നു, അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നു. എല്ലാ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപകാരസ്മരണ ഞാൻ അവസാനിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 63, 7, 8 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. റജ്മോൻ ഔസേപ്പ് എന്ന ഈ സഹോദരൻ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു കുമ്പസാരം തന്നെയാണ് ഈ അൾത്താരയിൽ നടത്തിയത്. തൻ്റെ ജീവിതത്തെ എത്ര കണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവഹിത പ്രകാരം വിശുദ്ധിയിൽ സംരക്ഷിക്കുന്നു. അതിന് ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഏതൊക്കെ മേഖലകളിൽ പാപങ്ങളുണ്ടോ അതെല്ലാം വെറുത്തുപേക്ഷിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. തൻ്റെ ഒരു ശീലവും ദുശീലവുമായി കൂടെ ഉണ്ടായിരുന്ന
മദ്യപാനത്തിൽ നിന്ന് പിന്മാറുകയും മദ്യം ഭവനത്തിൽ സൂക്ഷിച്ചത് മൂലം തനിക്ക് നേരിട്ട 18 മാസത്തെ ജോലി തടസ്സം അത് കൈമാറിയതിലൂടെ മാറിക്കിട്ടിയത് വഴി പാപവസ്തുക്കൾ നമ്മുടെ ജീവിതത്തോട് ചേർന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിന് ദൈവകൃപ ലഭിക്കുവാൻ വലിയ തടസ്സമാകും എന്നൊരു വെളിപ്പെടുത്തൽ കൂടി മകൻ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നിബന്ധനകൾ തന്നെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, അനുതാപത്തോടുകൂടി ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ, നമ്മളെ ബലഹീനമാക്കുന്ന പാപത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും പിന്മാറുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും തീരുമാനമെടുത്ത് ജീവിക്കുകയുമാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഒരിക്കലും ഒരു പുറമേ നാം നടിക്കുന്ന ഒരു ജീവിതമല്ല, അഭിനയമല്ല. അതെപ്പോഴും ആത്മാവിനെ നിരന്തരം ശുദ്ധീകരിക്കുന്ന, ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നിലകൊള്ളുന്ന ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് അച്ഛൻ പറയും, ഉടമ്പടി ജീവിതത്തിൽ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാം ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുവാനുള്ള തീരുമാനം ജീവിതത്തിൽ നമുക്കുണ്ടാവണം. ആ നിലപാടുകളിൽ നിന്ന് നമ്മൾ മാറുന്നതനുസരിച്ച് ഉടമ്പടി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് താമസമാവും, ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് കഷ്ടതകളുണ്ടാകും. അതുകൊണ്ടാണ് സഹോദരൻ പറയുന്നത്, ഞാനിത് ഒരു പ്രലോഭനത്തിൽ പോയി വാങ്ങി കുടിക്കുവാനല്ല, വിൽക്കുവാൻ വേണ്ടി, പക്ഷെ അതെനിക്ക് വലിയ തടസ്സത്തിന് കാരണമായെന്ന്. നാം പാപം ചെയ്യുന്നതും പാപത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നതും രണ്ടും ഒരുപോലെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് തരിക ഒരു അനുതാപ ജീവിതം, ഈശോയ്ക്ക് ഉടമസ്ഥതയുള്ളൊരു ജീവിതം, ആത്മശുദ്ധിയുള്ളൊരു ജീവിതം, പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുന്നൊരു ജീവിതം, അത് ഉടമ്പടി അനുഗ്രഹത്തിന് നമുക്ക് കാരണമാകും. നമ്മുടെ ജീവിതം കഷ്ടതകളില്ലാതെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുമെന്നാണ്. ചേട്ടൻ ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്മാറിക്കഴിയുമ്പോൾ എന്തൊക്കെയാണോ ആകുലതകളായി കണ്ണിൽ കണ്ടത്, മനസ്സിലോർത്തത്, അതെല്ലാം അമ്മ മാതാവ് മാറ്റിക്കൊടുത്തുകൊണ്ട് സുദീർഘമായിട്ടുള്ള ആ മറൈൻ ജീവിതം വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ അമ്മ ഒരുക്കിക്കൊടുത്തതിനെയാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കറകളും കുറവുകളും മാലിന്യവും ഉണ്ടെങ്കിൽ അവ തിരുത്തുവാൻ വേണ്ടി തീരുമാനിക്കാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെയും ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ദൈവഹിത പ്രകാരം പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈശോ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആര് ആത്മശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുന്നുവോ അവർക്ക് പരിശുദ്ധമായ ഉടമ്പടി ജീവിതത്തിലൂടെ അനുഗ്രഹങ്ങൾ വേഗത്തിൽ അസാധ്യമെന്ന് കരുതുന്നത് പോലും അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ സഹോദരൻ ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച്. എൻ്റെ പേര് റോഹിത് തമ്പാൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ 5/8/2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 5/8/2023 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ദുബൈയിലേക്ക് പോകാൻ എറണാകുളം ഏജൻസിയിലേക്ക് കൊടുത്തേക്കുമായിരുന്നു. അത് ഒന്നും ശരിയാകാതെ 1 വർഷമായിട്ട് ശരിയാകാതെ കിടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് സാമ്പത്തികം കൊടുത്തു തീർക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും ചെയ്ത് ആ കമ്പനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്, അങ്ങനെ എന്നോട് ഏജൻസി ചെല്ലാൻ പറഞ്ഞ്, അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഏജൻസി ചെന്ന് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എടുക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് പിന്നൊന്നും അവരൊന്നും വിളിക്കാതെയായി. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി അങ്ങനെ ഇവിടുന്ന് പുതുക്കി വീട്ടിൽ ചെന്ന ഉടനെ അപ്പോൾ എനിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പറഞ്ഞ് കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നന്ന് വൈകിട്ട് തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എമിഗ്രേഷൻ ക്ലിയറൻസ് റെഡി ആയിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന ദിവസത്തേക്കാണ് ടിക്കറ്റ് എന്ന് എന്നോട് പറയുകയും ചെയ്ത്. അങ്ങനെ എനിക്ക് അമ്മ വഴി, കൃപാസന അമ്മ വഴി എനിക്ക് ദുബൈയിലേക്ക് പോകാനുള്ള ആ ചാൻസ് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അങ്ങനെ
ഞാൻ ദുബൈയിലേക്ക് പോയി. അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്ക് വെൽഡിങ്ങിൻ്റെ ട്രേഡാണ് എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ കയറി ഞാൻ പറഞ്ഞു, സാറേ എന്നാണ് ഞാൻ ഈ ട്രേഡിലല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മിഗ് വെൽഡിങ്ങിൻ്റെ വേക്കൻസിയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ച് കയറി പൊക്കോളാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടുന്ന് കടമൊക്കെ എടുത്താണ് അവിടോട്ട് പോയത്. അപ്പോൾ അങ്ങനെ തിരിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പലിശയ്ക്ക് പൈസയൊക്കെ മേടിച്ച് അങ്ങനെ ഏജൻസി കൊടുത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എന്നാലും എനിക്കറിയത്തില്ല. എന്നാലും അവിടെ ഒരാഴ്ചത്തെ കോഴ്സിന് ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ ആ മിഗ് വെൽഡിങ് ഗ്യാസ് വെൽഡിങ്ങാണ്. അങ്ങനെ ഞാൻ ആ ഗ്യാസ് വെൽഡിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര വേദന ഉണ്ടാവുക. അതെനിക്ക് നേരത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് അത് മറ്റേ ഗ്യാസ് വെൽഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നെ വെൽഡിങ്ങെ ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ പിന്നെയും ഏതായാലും അവിടെ ചെന്നല്ല തിരിച്ചെങ്ങനെ വരും എന്നുള്ള ഇതിൽ തിരിച്ച് വന്നാൽ ഒരുപാട് പൈസ കടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരാഴ്ചത്തെ കോഴ്സിനെ അറ്റൻഡ് ചെയ്ത് ഞാൻ ആ മിഗ് വെൽഡിങ് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കുകയും 2 കണ്ണിൽ നിന്നും ഭയങ്കരമായിട്ട് വെള്ളം എടുക്കുക. അത് തന്നെ തലയ്ക്കകത്ത് ഭയങ്കര വേദന. അങ്ങനെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. സ്ഥിരമായിട്ട് മിക്കവാറും ഞാനങ്ങ് ലീവാകുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ എന്നെ കമ്പനിയുടെ ഓഫീസിൽ വിളിച്ച് താങ്കൾ എന്താണ് ഇത്ര ലീവ് എടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പഠിച്ച വെൽഡിങ് അല്ലത്, എനിക്കിത് പറ്റുന്നില്ല. ഞാനിത് നേരത്തെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ആക്സിഡൻ്റെ ഫലമായിട്ട് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ഈ വെൽഡിങ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ്. അന്ന് എന്നോട് ഞാൻ ആ ഓഫീസിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വേറെ ഇവിടെ ഒരു സൈറ്റുണ്ട്, അവിടേക്ക് നിങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറ്റിയപ്പോഴും അവിടെ ഞാൻ പഠിച്ച വെൽഡിങ് ഉണ്ട്, പക്ഷേ അവിടെ ആൾ കൂടുതലാണ്. അവിടെ ആൾ കൂടുതൽ ഫില്ലായി. പിന്നെ എനിക്ക് അവിടെ കോൺക്രീറ്റിൻ്റെ കമ്പി കിട്ടുന്നതൊക്കെ ആ വർക്കിലേക്ക് എന്നെ മാറ്റി. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വീണ്ടും എന്നെ HR അങ്ങനെ ഞാൻ കൃപാസന അമ്മയെ വിളിച്ച് റൂമിൽ വരുമ്പോൾ കൃപാസന അമ്മയെ വിളിച്ച്, അമ്മ ഞാൻ പഠിച്ച വർക്കല്ലല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്നു പോയി ഒരുപാട് പൈസ കടമുണ്ടല്ലോ, ഞാൻ തിരിച്ച് കയറി പോകാനും പറ്റത്തില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ അമ്മയെ വിളിച്ച് ഡെയിലി പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ തന്നെ ഞാൻ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ തിരികെ ക്യാമ്പായതുകൊണ്ട് റൂമിൽ തിരികെ എത്തിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഇവിടുത്തെ ബുക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ സായന പ്രാർത്ഥനയെ ഞാൻ ബുക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുക. അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം, അമ്മ എന്ത് ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദിവസം സൈറ്റിൽ വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ പറഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ HR മാനേജർ മേഡമാണ്. ആ മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോഹിത്തം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇയാൾ ഇവിടെ നിൽക്കേണ്ട, ഞങ്ങളുടെ അബുദാബിയിൽ ഒരു സൈറ്റുണ്ട്, ആ സൈറ്റിലോട്ട് ഇയാളെ മാറ്റുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം ശരിയെന്നാൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു താങ്കൾ പഠിച്ച വർക്ക് അവിടെ ഉണ്ട്, ഇയാൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി തന്നെ എന്നെ നേരെ അങ്ങോട്ട് തന്നെ ആ സൈഡിലോട്ട് തന്നെ മാറ്റി. അവിടെ നിന്ന് കുറച്ച് ദൂരം അബുദാബിയിലോട്ട് ദൂരം അങ്ങനെ എന്നെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ മിഷൻ ഓപ്പറേറ്റിംഗ് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പഠിക്കാനും പറ്റി. അങ്ങനെ ഇത് വെൽഡിങ്ങും മിഷൻ ഓപ്പറേറ്റിംഗും എല്ലാം വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുത്തേനെക്കാട്ടിൽ സാലറി എനിക്ക് കൂട്ടി കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഞാൻ ആദ്യം ദുബായ് വർക്ക് ചെയ്ത് അത്ര സാലറി എനിക്കില്ലായിരുന്നു. അപ്പോൾ കൃപാസന അമ്മയുടെ അനുഗ്രഹത്തോടാണ് അബുദാബി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് സാലറി അത്യാവശ്യം നല്ല സാലറി എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റോറിൽ ഇൻചാർജ് മലയാളിയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റോയ് ഇയാൾക്ക് സ്റ്റോറിൽ ഇപ്പോൾ ഒരാൾ വേക്കൻസി ഉണ്ട്, ഇയാൾക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അബുദാബി ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, മുടങ്ങാതെ ഞാൻ കൃപാസന ഞാൻ പ്രാർത്ഥിക്കുക, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും സാധന പ്രാർത്ഥന എല്ലാം ഞാൻ കൂടുകയും ചെയ്തു. കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഈ സാറിനോട് ചോദിച്ചു, റോയ്ക്ക് സ്റ്റോർ കീപ്പർ എന്നോട് ചോദിച്ച്, റോയ് അസിസ്റ്റൻ്റായിട്ട് കയറാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. സ്റ്റോറി ഞാൻ പറഞ്ഞ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇയാൾ കണ്ണിന് പ്രശ്നമല്ലേ, വെൽഡിങ് ചെയ്യേണ്ട, ഇയാൾ സ്റ്റോറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും 1-2 ആഴ്ചയായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ സ്റ്റോർ ഇൻചാർജിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ ഉപ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു പോയ സമയത്ത്. അങ്ങനെ ഞാനിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളൊരു കാര്യം ചെയ്യും, അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അത് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി.
അങ്ങനെ ഞാനിപ്പം അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പറായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം വിട്ട് ഇപ്പോൾ 2 കൊല്ലം. അപ്പം ഞാൻ ആദ്യം ദുബായിൽ നിൽക്കുമ്പം അങ്ങനെ അധികം ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തേ ഇല്ല. എനിക്ക് കണ്ണിന് പ്രശ്നമായിട്ട് ലീവായിരുന്നു കൂടുതലും. അബുദാബി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ സ്റ്റോറിൽ വർക്ക്, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അമ്മ എന്നെ സൈറ്റിൽ വിട്ട് അമ്മയ്ക്ക് തിരുവുമാരനും കോടാനുകോടി, അതുപോലെ തന്നെ ദുബായ് കിട്ടുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ച് പൈസ കൂടുതൽ അമ്മ കൂട്ടി തരികയും ചെയ്ത്, കമ്പനി കൂട്ടി അമ്മയ്ക്ക് തിരുവുമാരനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള മെഡിക്കൽ എടുത്ത് എമിറേറ്റ്സ് ഐഡിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് എടുത്ത്, അതിന് കുറച്ച് ലേറ്റായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എമിറേറ്റ്സ് ഐഡി എല്ലാം ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ സ്റ്റോറിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നെ മാറ്റാൻ വേണ്ടി പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. അതിന് നമ്മുടെ കാരണമല്ലാതെ തന്നെ എന്നെ കംപ്ലൈൻറ്റുകളൊക്കെ വന്നായിരുന്നു. പക്ഷേ കൃപാസന അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേൾക്കും. സ്റ്റോറി സാധനം എടുക്കാൻ വർക്കർമാർ വരാത്ത സമയത്തെല്ലാം ഞാൻ മൊബൈൽ ഓണാക്കി വെച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. കൂടുതൽ എൻ്റെ ടൈമിൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട്, അങ്ങനെ പള്ളിയുടെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ലീവില്ല, ഞായറാഴ്ച ലീവില്ല, ഒരു ദിവസം പോലും 2 കൊല്ലത്തിൽ അങ്ങനെ ലീവേ ഇല്ല. പിന്നെങ്ങാണ് കമ്പനി ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ അവിടെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു, ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റേ വെച്ച് തന്നെ എൻ്റെ കൂടെ ഇരുന്നവർക്ക് തന്നെ പത്രം ഞാൻ വിതരണം ചെയ്ത്, എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് പേർക്ക് ഞാൻ പത്രം കൊടുത്തു, അപ്പുറത്തെ സീറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ പത്രം വിതരണം ചെയ്തു. അതുപോലെ തന്നെ റൂമിൽ ചെന്ന് ആന്ധ്രക്കാരൊക്കെ ആയിരുന്നു, ആന്ധ്രക്കാരോടൊക്കെ ഞാൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹിന്ദി തന്നെ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ പത്രം കൊടുത്തു. അപ്പോൾ ഒരു ആന്ധ്രക്കാരൻ പറഞ്ഞ് പത്രം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ശരീരത്തിനൊക്കെ അവനൊരു അസുഖം എന്തോ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര മാറ്റം ഉണ്ടെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞ്. അങ്ങനെ ഹിന്ദിക്കാരോട് ഞാൻ അബുദാബി സൈറ്റിൽ ചെന്ന് ഹിന്ദിക്കാരോട് ഞാൻ പറഞ്ഞു, ഇന്ന ജാതിക്കാരൊന്നുമില്ല, മുസ്ലിങ്ങളോ അങ്ങനെ ഇങ്ങനൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച്. എല്ലാവരും സ്റ്റോറി വരുന്നവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി രാജസ്ഥാനിയാണ്, അവൻ ഇത് കണക്ക് വീണ് കാല് മുറിഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേദന എടുക്കും, ഭയങ്കര വേദനയാണ്. ഞാനിങ്ങനെ സ്റ്റോറിൽ അവൻ വന്ന കൂട്ടത്തിൽ ഒരു ഫയലെടുക്കാൻ വന്ന കൂട്ടത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഞൊണ്ടി നടന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം വൈകിട്ട് റൂമിൽ ചെന്ന് ഉടമ്പടി തൈലം അവന് തേച്ച് പ്രാർത്ഥിച്ചു. അവൻ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, റോയ് നീ പുരട്ടി തന്ന ഉടമ്പടി തൈലം തേച്ച കാരണം ഭയങ്കര വേദനയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്, മറ്റേ എനിക്ക് കാല് തറ കുത്താൻ പറ്റത്തില്ല, അന്ന് നീരായിരുന്നെന്ന് പറഞ്ഞു. രാജസ്ഥാനിയാണ്. അപ്പോൾ അവനും ഭയങ്കര വിശ്വാസമായി, ഇതിനെക്കുറിച്ച് അവനും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ പറയും, ആരോടാണേലും ഞാൻ പറയും, എനിക്കങ്ങനെ ചമ്മലൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറയും. അതുപോലെ തന്നെ സൈറ്റിൽ വെച്ച് ഇത് കണക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും, തിരിച്ച് മേടിക്കത്തില്ല പൈസ, ഞാനത് കൊടുക്കും. പിന്നെ ആഹാരം മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്തെങ്കിലും വന്നാൽ ഞാൻ ആൾക്കാർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. നേരത്തെയൊക്കെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടൊക്കെ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡ്സ് വെക്കുമായിരുന്നു, അങ്ങനെ സിഗരറ്റ് വലി, ബീഡി വലി എല്ലാം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് കൃപാസന അമ്മ പൂർണ്ണമായിട്ട് എനിക്ക് ആ ഒരു ദുശ്ശീലങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. എനിക്കിപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെയല്ല, ഇപ്പോൾ 3-4 വർഷത്തിനൊക്കെ മുകളിലായി. ഇപ്പോൾ ഞാൻ ഈ സംഗതികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നു, ഒരുപാട് വർഷം ഇപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പോൾ കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം. മറ്റേത് മദ്യമൊക്കെ നല്ലപോലെ ഞാൻ കഴിക്കുന്ന ആളായിരുന്നു, ഷെയറിട്ടൊക്കെ കുടിക്കുന്ന ആളായിരുന്നു. എല്ലാം കൃപാസന അമ്മയ്ക്ക് തിരുവുമാനം കോടാനുകോടി നന്ദി. ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. റോയി തമ്പാൻ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ജീവിതം എങ്ങനെ ദൈവഹിത പ്രകാരം കരുപ്പിടിപ്പിച്ചുവെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് 1 വർഷമായി വിസ ലഭിക്കുന്നതിന് യാതൊരു പ്രോസസ്സും നടക്കാതെ മുഴുവനും ഫ്രീസായി നിൽക്കുമ്പോഴാണ് മകൻ ഇവിടെ വന്ന അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെയാണ് ആദ്യമായി ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നതും ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് വിസ ലഭിച്ച് മകൻ വിദേശത്തേക്ക് പോകുന്നതും. നമ്മൾ അതുകൊണ്ടാണ് കൃപാസനം പത്രത്തിൽ ഏറ്റവും ശക്തമായി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ക്യാപ്ഷൻ നമ്മൾ കാണുക, ഉടമ്പടി ജീവിതം ഉടനടി അനുഗ്രഹമെന്ന്.
ഉടമ്പടിയിലേക്ക് നാം ആഗ്രഹത്തോടു കൂടി വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടിയാണ് സ്റ്റെപ്പിൻ ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് നമ്മൾ അനേകർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഉപകരണമാകും എന്നുറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ അപ്പോൾ തന്നെ ഏറ്റെടുത്ത് അമ്മ നമുക്ക് വേണ്ടി നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ഒരുക്കിത്തരും. മകൻ വിദേശത്തേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ മകൻ അവിടെ ക്ലേശകരമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴും മാതാവിലുള്ള വിശ്വാസം കുറയുന്നില്ല, ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. ഇത്രത്തോളം തന്നെ എത്തിച്ചത് അമ്മയാണെങ്കിൽ ഈ ഇപ്പോഴുള്ള ക്ലേശങ്ങളിൽ നിന്ന് കരകയറ്റുവാനും അമ്മയിലുള്ള ശരണപ്പെടലിലൂടെ വിശുദ്ധിയുള്ള ഉടമ്പടി ജീവിതത്തിലൂടെ സാധിക്കുമെന്ന് മകൻ കരുതുന്നതാണ്. ആ വെൽഡിംഗ് ഫീൽഡിൽ നിന്നും ഒന്ന് സ്വസ്ഥമായ, തനിക്ക് രോഗക്ലേശങ്ങളില്ലാത്ത, ലീവെടുക്കേണ്ടി വരാത്ത ഒരു സ്വസ്ഥതയുള്ള ജോലി സാഹചര്യത്തിലേക്ക് മാറുന്നതിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും മകനതിന് ബലം പകരുന്നത് മകൻ്റെ പ്രേക്ഷിത പ്രവൃത്തിയും കാരുണ്യ പ്രവൃത്തികളുമാണ്. മകൻ സൂചിപ്പിക്കുന്നുണ്ട്, ആരെ കണ്ടാലും അവരോട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതിന്, തൻ്റെ ജീവിതം ഇത്രത്തോളം പരിപാലിച്ച് നയിച്ചത് അമ്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് ഒരിക്കലും മടികൂടാതെ മകൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും മകനത് വലിയ അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് സ്ഥലമാറ്റവും അവിടെ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് സ്റ്റോറിലേക്ക് സ്ഥലമാറ്റവും അതിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാലറി ലഭിച്ചുകൊണ്ട് ലീവൊന്നും എടുക്കാതെ ജീവിതം സുരക്ഷിതമാക്കുവാൻ അമ്മ മകനെ അനുഗ്രഹിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അവന് ലഭിച്ച ഭൗതികമായ നന്മകളേക്കാൾ നമ്മളെ സ്വാധീനിക്കുന്നത് ജീവിതത്തിൽ വന്ന മാറ്റമാണ്. പുകവലിയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ദേഷ്യപ്രകൃതിയിൽ നിന്ന് ഒക്കെ മാറിക്കൊണ്ട് തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ചും പ്രതിഷ്ഠിച്ചും ശുദ്ധതയോടും നന്മയോടും കൂടി നിരന്തരം സൂക്ഷിക്കുവാനുള്ള വലിയ തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ മകനെ അനുഗ്രഹിച്ചത് ഉടമ്പടി ജീവിതമാണെന്ന് മകൻ ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഉടമ്പടിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നാം ഒരു ജോലിയോ ഒരു പരീക്ഷയുടെ വിജയമോ ഒരു വിസയോ മാത്രം ഒരു ചെറിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്പമനുഷ്യരായി തീരുകയാണോ? അതോ ഉടമ്പടിയിലൂടെ നമ്മളിൽ തന്നെ സമൂലമായ മാറ്റം വന്നുകൊണ്ട് ദൈവത്തിന് എപ്പോഴും ഇടപെടുവാൻ പറ്റുന്ന വിധം ഒരു ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറുള്ളവരായി മാറുകയാണോ? നമുക്ക് ഉടമ്പടിയിൽ ആഗ്രഹിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുകയും അനേകർക്ക് അനുഗ്രഹത്തിന് ഉപകാരപ്പെടും വിധം അത് സമർപ്പിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതത്തിന് നിന്നെ തന്നെ നീ വിട്ടുകൊടുത്ത് സമർപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് കൂടെ നിന്ന് അമ്മയും തിരുക്കുമാരനും നിനക്ക് ഏൽപ്പിച്ചു തരും, നിന്നെ അനുഗ്രഹിച്ച് നയിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകന് ലഭിച്ച എല്ലാ ജീവിത അനുഭവങ്ങൾക്കും ജീവിത പരിവർത്തനത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം കൃപാസന മാതാവിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീണ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് 1000 ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോയൽ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇടവക ചാത്തിയാത്ത് മൗണ്ട് കാർമൽ ചർച്ച്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 23, 2022 അതിനു മുന്നേ 2020 മുതൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 കൊല്ലത്തോളമായി ഇപ്പോൾ ഒരു ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച ഇതിപ്പോൾ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അവസരം നൽകുന്നത് ഇത് 4ാം തവണയാണ്. 15 തവണ എനിക്ക് ഉടമ്പടി പുതുക്കാനും മാതാവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം 2025 സെപ്റ്റംബർ 8 എനിക്ക് ലഭിച്ച 2 വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യമേ സാക്ഷ്യം. മാതാവിൻ്റെ ദിവസം എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ 2 കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ അൾത്താരയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫാദറിന് കിട്ടിയ സൗഖ്യമായിരുന്നു. സെപ്റ്റംബർ 8 എൻ്റെ ഡാഡി ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഡയബറ്റീസ് ഫുഡ് ഇൻഫെക്ഷൻ ആയത് കാരണം ഡാഡി ഹോസ്പിറ്റലിൽ ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. ഡാഡിയുടെ ഇൻഫെക്ഷൻ ഒരു രീതിയിലും കുറയുന്നില്ലായിരുന്നു. ആദ്യം ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നീട് ട്രിപ്പിട്ടു, ആൻറ്റിബയോട്ടിക്സ് ട്രിപ്പിട്ടു. എന്ത് ചെയ്തിട്ടും ഇൻഫെക്ഷൻ ഒട്ടും കുറയുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു.
ഡാഡി ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ എനിക്ക് മനസ്സിൽ അച്ഛൻ, ഇവിടുത്തെ ജോസഫ് അച്ഛൻ നമ്മുടെ ഓൺലൈൻ റിട്രീറ്റിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. കാരണം കൃപാസനത്തിൽ 2004 മാതാവ് പ്രത്യക്ഷപ്പെട്ടതല്ല, പ്രത്യക്ഷപ്പെടുത്തിയതാണ്. ഇവിടുത്തെ ജപമാല അത്രയും 1 കൊല്ലം നീണ്ടു നിന്ന അഖണ്ഡ ജപമാലയുടെ അവസാനമായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആ പ്രസംഗമാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാഡിയുടെ കാലിൽ ഇൻഫെക്ഷൻ ആ ഒരു ഇത് കുറയുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അവസാനത്തെ ഒരു ആയുധമായിട്ട് ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഇനി 1000 മണി ജപമാല ഞാൻ ഡാഡി അഡ്മിറ്റായ അന്ന് മുതൽ ഞാൻ ചൊല്ലാൻ തുടങ്ങി. ഡാഡിയുടെ അടുത്ത് നിന്ന് ബെഡിൻ്റെ അടുത്തിരുന്ന് ഡാഡിയുടെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് കൊടുത്ത് ഉടമ്പടി തൈലം ഡാഡിക്ക് പുരട്ടി കൊടുത്ത് ഞാൻ ഡാഡിയുടെ അടുത്ത്, ഞാനായിരുന്നു ബൈസ്റ്റാൻഡർ, ഞാൻ ഡാഡിയുടെ അടുത്തിരുന്ന് 1000 മണി ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ്ലി ചൊല്ലി. എന്നിട്ട് 5-ാം ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 5-ാം ദിവസമായി ഇൻഫെക്ഷൻ ഒട്ടും കുറവില്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം 2 കൊറിന്ത്യൻസ് 13:1 അതായത് ഇത് മൂന്നാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. 2-3 പേരുടെ മൊഴിയിൽ ഏതു കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള വചനമാണ് കിട്ടിയത്. എനിക്കപ്പോൾ തന്നെ എനിക്ക് ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി. കാരണം എൻ്റെ ഫാദറിന് ഇങ്ങനെ ഡയബറ്റീസ് ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത് 3-ാം തവണയാണ്. ആദ്യത്തെ 2 തവണയും മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും ശരിയായി. ഇത് 3-ാം തവണയാണ് ഇതിങ്ങനെ ക്രിട്ടിക്കൽ ആവുന്നതും ആശുപത്രി അഡ്മിറ്റ് ആവുന്നതും ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയാതിരിക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന്. അപ്പോൾ അതിനുശേഷം ഞാനന്ന് ഹോസ്പിറ്റലിൽ വരികയും മമ്മിയോട് ഈ കാര്യം പറയും. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കസിൻ ടീന എന്ന് പറഞ്ഞ ഒരു 3rd കസിൻ, എൻ്റെ ഒരു കസിൻ അന്ന് എനിക്കൊരു സാക്ഷ്യം അയച്ചിരുന്നു. ഇതുപോലെ കാല് മൊത്തം ഇൻഫെക്ഷനായി, കാല് മൊത്തം തൊലിയെല്ലാം പോയ ഒരാളുടെ സാക്ഷ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. അത് സൗഖ്യപ്പെട്ട സാക്ഷ്യം അയച്ചു. അത് ഞാൻ എൻ്റെ മമ്മിയോട് ആ സമയം ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പറഞ്ഞ സമയത്ത് അതിനുശേഷം എൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാലയിൽ ഇപ്പോൾ ആരോ തൊടുന്നത് പോലെ തോന്നുന്നു. 5 തവണ ഡാഡിയുടെ കാലയിൽ ആരോ ഇങ്ങനെ തഴുകുന്ന പോലെ, ആ പ്രശ്നമുള്ള കാലം ആരോ തഴുകുന്നത് പോലെ 5 തവണ അനുഭവപ്പെട്ടു എന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും മമ്മിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഹോസ്പിറ്റൽ പിന്നീട് അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡാഡിയുടെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതുവരെ ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയുന്നില്ലായിരുന്നു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയുകയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചത്, ഡാഡി ആണെങ്കിൽ ചെറുപ്പം മുതലേ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് കാലയിലെ വിരലൊക്കെ പോയ ഡാഡിക്ക് പിന്നെ ഓൾറെഡി ഒരു വിരൽ ഗാൻഗ്രീനായി പോയി, ബാക്കിയുള്ള വിരലും കൂടി നഷ്ടപ്പെട്ടു പോയ ഡാഡിക്ക് നടന്നു പോയി പള്ളിയിൽ വിസ്തുർബാനയ്ക്ക് പോവുകയോ വീട്ടിൽ തന്നെ ഇരുന്ന് പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ ഡാഡിക്ക് വരല്ലേ എന്ന് നിയോഗമാണ് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത്. അത് മാതാവ് പ്രാർത്ഥന കേൾക്കുകയും ഡാഡിക്ക് സൗഖ്യം കൊടുക്കുകയും ഇപ്പോൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് 6 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച വിസ്തുർബാനയ്ക്ക് പോകാം. ഡോക്ടർ ഒട്ടും പുറത്ത് പോകണ്ടെന്നാണ് പറഞ്ഞത്, എങ്കിലും ഞാൻ ഡാഡിക്ക് കോൺഫിഡൻസ് കൊടുക്കും, ഇൻഫെക്ഷനൊന്നും ആവില്ല, നമുക്ക് കുർബാനയ്ക്ക് പോകാം. അങ്ങനെ ഡാഡിയായിട്ട് ഞാൻ വിസ്തുർബാനയ്ക്ക് ദീപികാരുണ്യം സ്വീകരിക്കാൻ ഡാഡിയെ പ്രത്യേകം കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം അന്നൊന്നും ഡാഡിയുടെ കാല് ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. പക്ഷേ എന്നാലും നമുക്ക് മാതാവിലുള്ള വിശ്വാസം കാരണം നമ്മളെല്ലാവരും കുടുംബത്തോടെ വരികയും ഡാഡിയും ക്യൂവിൽ 5.5 മണിക്കൂർ ക്യൂ നിന്ന് മാതാവിനെ മുത്തി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഡാഡിയുടെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഡാഡി ഇപ്പോൾ വളരെ നോർമലായി എല്ലാ ദിവസവും വിസ്തുവ കുർബാനയ്ക്ക് ഒരു 1/2 മണിക്കൂറോളം നടന്നാണ് പോകുന്നത്. യാതൊരു കുഴപ്പവുമില്ല. മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് അന്നേ ദിവസം തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. കാരണം അന്നേ സമയം ഞങ്ങളുടെ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചിരുന്നു. കറക്റ്റ് ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രോജക്റ്റ് വർക്ക്, അതൊരു നോർമലി ആ പ്രോജക്റ്റ് വർക്ക് നോർമലി തീർന്നു. അത് ഓഗസ്റ്റ് മാസത്തോടെ നമ്മൾ ഓൾറെഡി നമ്മളെ ആ പ്രോജക്റ്റിൽ നിന്ന് റിലീസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ സമയം കമ്പനി ലേ ഓഫ്
പറഞ്ഞപ്പോൾ ആ സമയത്ത് ബെഞ്ചിൽ പോയാൽ എനിക്ക് ആകെ പ്രശ്നമാണ്. കാരണം ലേ ഓഫ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അച്ഛൻ ധ്യാനപ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. നീരാഞ്ജനം ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചതെല്ലാം ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ എല്ലാം ദൈവജനത്തിൻ്റേതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഞാൻ അവിടെ എല്ലാം ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവി ഈ കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരൊന്നും വരല്ലേ, എന്നെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ആ ജോലി എനിക്ക് നൽകിയത് ദൈവമാണ്. അപ്പോൾ ദൈവം അറിയാതെ എന്നെ ആ കമ്പനിയിൽ നിന്ന് ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സെപ്റ്റംബർ 8 വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പൊതുവെ ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ മീറ്റിംഗ് വിളിച്ചതെന്ന് എനിക്ക് അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് ബാക്കിയുള്ളവർ പൊയ്ക്കോന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ നിന്ന് പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ പ്രൊജക്റ്റിൽ നിന്ന് കാരണം ഓൾറെഡി വർക്കൊക്കെ തീർന്നിരിക്കുകയാണല്ലോ, പ്രൊജക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച് ഇനി എന്തായാലും എന്തുപോലും വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം ഒരു സേഫ് റോളിലോട്ട് അവർ മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം ആ മാനേജർ ഞാനുമായിട്ട് യാതൊരു വിധ പരിചയമില്ല. പുള്ളിയാണെങ്കിൽ വേറൊരു ലൊക്കേഷനിലുള്ള ഒരാളുമായിരുന്നു. ആ മാനേജറും ഞാനുൾപ്പെടെ കുറച്ച് പേരെ വേറൊരു പുതിയ റോളിലോട്ട് 2 മാസത്തേക്ക് മാറ്റി. ശരിക്കും ആ ഒരു സമയമാണ് കൂടുതൽ പ്രശ്നമുള്ള സമയം. ആ ഒരു ജോലിയൊന്നും നഷ്ടപ്പെടാതെ മാതാവ് എനിക്ക് പരിപൂർണ സംരക്ഷണം നൽകി. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോനെ കുറിച്ചാണ്. എൻ്റെ മോൻ്റെ കണ്ണിലൊരു കുരു വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് കുഞ്ഞിലെ കണ്ണിൽ ഇങ്ങനെ കുരു വന്നിട്ടുണ്ട്. അത് സർജറി ചെയ്ത് മാത്രമാണ് നീക്കാൻ സാധിച്ചത്. അപ്പോൾ സർജറി ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ കണ്ണിനും കാഴ്ചയ്ക്ക് ഇങ്ങനെ വരികയും കണ്ണാടി വയ്ക്കുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് അതേപോലത്തെ കുരുവാണെങ്കിൽ മോനും കണ്ണാടി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് മോനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറും ഇത് തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ആഴ്ച സമയം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഈ ഓപ്പറേഷൻ കൂടാതെ തന്നെ മോൻ്റെ കണ്ണിലെ കുരു മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. അത് വെള്ളിയാഴ്ച, അപ്പോൾ ശനിയാഴ്ചയാണ് പോകണമെങ്കിൽ വെള്ളിയാഴ്ച വരെ ആ കുരുവിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ആ സമയത്തെല്ലാം പൊതുവെ 1000 മണി ജപമാല ചെല്ലാറ്. അപ്പോൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ട് രാവിലെ 1000 മണി ജപമാല ചെല്ലാൻ മനസ്സിലൊരു പ്രേരണ തോന്നി. അത് പ്രകാരം ഞാൻ സാറ്റർഡേ രാവിലെ 1000 മണി ജപമാല ചൊല്ലി. അതിനുശേഷം ഡോക്ടറിൻ്റെ അടുത്ത് മകനെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ആ കുരു അവിടെ കണ്ണിലില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മോന് തന്നെ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും നേരം അവന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു കുരു ഉള്ള പോലെ അവന് തോന്നിയിരുന്നു. പക്ഷേ ഡോക്ടർ നന്നായിട്ട് ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ആ കുരു ഇപ്പോൾ ഇല്ല, മോന് ഇനി ഓപ്പറേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. ഇനി അടുത്ത സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ വിൽക്കാൻ ശ്രമിച്ചു. OLX-ലൊക്കെ ഇട്ടു. ഒരു കാര്യമായൊരു റെസ്പോൺസും കിട്ടിയില്ല. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെയാണ് ആശ്രയിച്ചത്. OLX-ലൊക്കെ ഇട്ട് വിറ്റ് പോകരുത്, ഇതിന് വേണ്ടി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല, മര്യാദയ്ക്കുള്ളൊരു റെസ്പോൺസ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആയുധം വെച്ചു കീഴടങ്ങി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം ഇല്ലാതെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നാണോ ഇനി ആൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യമുള്ളത് അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഇതൊന്ന് വിറ്റ് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ OLX-ൽ ഒന്നും കൂടി ഇട്ടു. അതിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരാൾ എൻക്വയറി വരികയും അന്നേ ദിവസം തന്നെ അയാൾ വന്ന് ആ വണ്ടി എടുത്തോളാമെന്ന് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഡിമാൻഡ് RC ആ പുതിയ വാങ്ങിക്കുന്ന ആളുടെ പേരിലോട്ട് മാറ്റിയാലേ വണ്ടി കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഡിമാൻഡ് പുള്ളി അംഗീകരിച്ചു. പക്ഷേ ഉടനെ ഇത് നടത്തണമെന്ന് പറഞ്ഞു, ഇത് ട്രാൻസ്ഫർ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലന്ന് ഹസ്ബൻഡ് അപ്പോൾ തലേന്നാണ് ബാംഗ്ലൂർ പോയത്. അപ്പോൾ ഇനി 1-2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ RC ഓണർ ഞാനായിരുന്നെങ്കിലും എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊന്നും അന്ന് അത്ര വശമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. പലരോടും അഭിപ്രായം ചെയ്തപ്പോൾ ചിലർ അഗ്രിമെൻറ്റ് എഴുതി ചെയ്യാം, ചിലർ പറഞ്ഞു ആ പ്രോസസ്സൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനെപ്പോഴും സംശയമുള്ളപ്പോൾ എപ്പോഴും ബൈബിളാണ് തുറക്കുന്നത്. ബൈബിൾ തുറന്ന് നോക്കി. ഇപ്പോൾ ജെറമിയ 32:14 എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്.
ആധാരം എഴുതി ആധാരത്തിൻ്റെ പകർപ്പും ഏറെ നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മൺകലത്തിൽ വെച്ച് സൂക്ഷിക്കുക എന്നുള്ളൊരു വചനമാണ്. അപ്പോൾ ആധാരം എന്നുള്ളൊരു വാക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പണ്ടും ഈ വചനം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതമായിട്ട് ആ സമയത്ത് അപ്പോൾ ബന്ധമില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആധാരം എഴുതി സൂക്ഷിക്കുക എന്നുള്ള വചനം കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലായി. ദൈവം മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് മുന്നോട്ട് പോവുകയും ആ കാര്യം വളരെ ഭംഗിയായിട്ട് ദൈവം നടത്തി തരികയും ചെയ്തു. സമയബന്ധിതമായി തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ RC ഓണറിന് പേര് മാറി കിട്ടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് പിന്നെ ഇനിയും ഞാൻ ഇപ്പം എല്ലാ മാസവും ഞാനിവിടെ കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എല്ലാ ഭാഷയിലുമുള്ള പത്രം ഞാൻ വാങ്ങിക്കാറുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ ചിലപ്പോഴും ഹിന്ദിക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടെ, ബംഗാളി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ബംഗാളി പത്രങ്ങൾ വാങ്ങിക്കുകയും ബംഗാളികളെ കാണുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. ഞാനെപ്പോഴും പല ഭാഷകളുള്ള പത്രങ്ങൾ എപ്പോഴും കയ്യിൽ വയ്ക്കും. കാരണം എപ്പോഴാണ് ആൾക്കാരെ കാണുന്നത്, പല ഭാഷയുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ കാണില്ലല്ലോ. കാണുമ്പോൾ മാതാവിനെ പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ പത്രം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് കൃപാസനമായിട്ട് ബന്ധമുള്ള എല്ലാവരും ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ അതിൽ 1000 മണി ജപമാല നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലുകയും മാസത്തിലൊരിക്കലും നമ്മൾ ഒരു മാനസിക ഒരു നോൺ ക്രിസ്ത്യൻ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും കൂടാതെ അവിടെ ഇരുന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ആദ്യം നമ്മൾ അവിടെ ഭക്ഷണം, ഞാനും കൃപാസനത്തിൽ ഉടമ്പെടുത്ത് വേറൊരു ആൻറ്റിയും കൂടി ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഫുഡ് ആദ്യം വിളമ്പി കൊടുത്തിട്ടാണ് പോവാറ്. പിന്നെ എനിക്ക് തന്നെ അത് തോന്നി, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കൃപാസനത്തിൻ്റെ കാര്യപ്രവൃത്തി ആവുമല്ലോ. അച്ഛൻ പറയാറുണ്ടല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്താലേ ആവുള്ളൂ. പിന്നീടാണ് നമ്മൾ ഇങ്ങനെ അവിടെ വരാന്തിയിൽ നിന്ന് ജപമാല ചൊല്ലാൻ ഉള്ള പെർമിഷൻ ആ മേലധികാരിയോട് ചോദിക്കുകയും അവർ സമ്മതിക്കുകയും നമ്മൾ എല്ലാ മാസവും ഈ ഫുഡ് കൊടുത്തതിന് ശേഷം ആദ്യം വരാന്തിയിൽ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതിന് ശേഷം പിന്നെ മാറി വന്ന മേലധികാരി നമുക്ക് വേണ്ടി ഒരു മുറി സജ്ജീകരിച്ചു തന്നു, സർവ്വമത പ്രാർത്ഥനാലയം പോലെ. അവിടെ മാതാവിൻ്റെ ഈശോയുടെയൊക്കെ രൂപം വെച്ചൊരു മുറി സജ്ജീകരിച്ചു തന്നു. നമ്മളപ്പോൾ ഫുഡ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മാനസിക രോഗികളും നമ്മുടെ കൂടെ വന്നിരുന്ന് കൊന്ത ചെല്ലാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൃപാസനത്തിൽ ഉടമ്പെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. കാരണം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെല്ലുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡിൽ പോകാം. അങ്ങനെ ക്യാൻസർ പേഷ്യൻസിനെ കണ്ട് വേണ്ട സഹായം കൊടുക്കുകയും അങ്ങനെ തുടങ്ങി. പിന്നീട് കാരുണ്യപ്രവൃത്തി മാത്രമല്ല, ഈ ഓരോ തവണയും നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ക്യാൻസർ പേഷ്യൻസിനെ കാണുമ്പോൾ അവർക്ക് കാരുണ്യപ്രവൃത്തി മാത്രമായിട്ടല്ല, എനിക്കതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കൂടിയാണ് തോന്നുന്നത്. കാരണം മിക്ക ക്യാൻസർ പേഷ്യൻസും അസുഖമെല്ലാം വന്ന് അവരുടെ ഹോപ്പ് എല്ലാം പോയി ഇരിക്കുമായിരിക്കും. നമുക്ക് മാതാവിനെ ഈശോയെപ്പറ്റി പറയാനും അതോടൊപ്പം തന്നെ അവർക്ക് ഉടമ്പടി എടുത്തവരും ആ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ആ ഉടമ്പടി എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കാനും സാധിക്കാറുണ്ട്. ഞങ്ങൾ ഇനിയും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാനും ജീവിതകാലം മൊത്തം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കാനും മാതാവിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാതാവിനെ ഈശോയ്ക്കും 1000 നന്ദി. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലൂടെ ദൈവം നമ്മളെ വിളിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നാം ഒരാളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മളിലൂടെ നമ്മുടെ ജീവിതത്തിന് ചുറ്റുപാടുമുള്ള അനേകർക്ക് അനുഗ്രഹമാകുവാൻ, വെളിച്ചമാകുവാൻ, വിശ്വാസം പകരുവാൻ, അവരുടെ ജീവിതത്തെ കുറെ കൂടി ഔദാര്യത്തിൽ അനുഗ്രഹിക്കുവാൻ നമ്മളെ വിളിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ. നമുക്കതിനോട് ആത്മാവ് ചേർത്ത് വയ്ക്കുവാനാകുമെങ്കിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ട്, നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾക്ക് ദൈവികമായ സ്പർശമുണ്ട്, നാം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് കർത്താവിൻ്റെ സൗഖ്യമുണ്ട്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും